അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമല്ലി ദുനിയാക കഅന്നക തഈശു അബദാ. എന്നാൽ ആഖിറത്തിന് വേണ്ടി നീ അധ്വാനിക്കുന്ന സമയത്ത് വഅമല്ലി ആഖിറതിക കഅന്നക തമൂതു ഗദാ. ആഖിറത്തിന് വേണ്ടി സമ്പാദിക്കുമ്പോൾ നിസ്കരിക്കുകയാണ്, നോമ്പടിക്കുകയാണ്, ഖുർആനോത്ത് നടത്തുകയാണ്, ഇതൊക്കെ ആഖിറത്തിലേക്കുള്ളതാണ്. അങ്ങനെ ആഖിറത്തിന് വേണ്ടി നീ അധ്വാനിക്കുന്ന സമയത്ത് നീ ചിന്തിക്കേണ്ടത് കഅന്നക തമൂതു ഗദാ, ഞാൻ നാളെ തന്നെ മരിക്കുന്നവനാണ്, അടുത്ത നിമിഷം ഞാൻ മരണപ്പെടും എന്നാണ് ചിന്തിക്കേണ്ടത്. അല്ലാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് പരിശുദ്ധമായ റമദാനിനെ സ്വാഗതം ചെയ്യാൻ നമ്മൾക്ക് ഭാഗ്യം ലഭിച്ചു. റമദാൻ അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. എണ്ണപ്പെട്ട മണിക്കൂറുകൾ മാത്രമാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. അടുത്തൊരു റമദാനിനെ സ്വാഗതം ചെയ്യാൻ ആരെല്ലാം ഉണ്ടാകുമെന്ന് ഒരു നിശ്ചയവും ഇല്ല. കഴിഞ്ഞ റമദാനിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് ഖബറിലാണ്. അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ ധാരാളം ഇബാദത്തുകൾ ചെയ്യേണ്ട സമയമാണിത്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഇഅ്മൽ ലിദുനിയാക കഅന്നക തഈശു അബദാ വഅ്മൽ ലിആഖിറതിക കഅന്നക തമൂതു ഗദാ. ദുനിയാവിന് വേണ്ടി നീ സമ്പാദിക്കുമ്പോൾ, അഥവാ ഒരു വീട് നിർമ്മിക്കുകയാണ്, ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുകയാണ്, അതല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങുകയാണ്, ഇങ്ങനെ തുടങ്ങിയിട്ട് ദുനിയാവിൻ്റെ ആവശ്യങ്ങൾ നീ നടത്തുന്ന സമയത്ത് നീ ചിന്തിക്കേണ്ടത് കഅന്നക തഈശു അബദാ, എക്കാലത്തും ഇവിടെ താമസിക്കുന്നവനാണ്, ഏത് കാലത്തും ഞാൻ ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് എൻ്റെ വീട് എങ്ങനെങ്കിലും അങ്ങോട്ട് ഉണ്ടാക്കിയാൽ പോരാ, അത് നല്ല ഉഷാറായിട്ട് ഉണ്ടാക്കണം. വാഹനം എങ്ങനെങ്കിലുള്ളൊരു വാഹനം പോരാ, നല്ലൊരു വാഹനം തന്നെ വേണം. മറ്റ് സൗകര്യങ്ങൾ നന്നായിട്ട് വേണം. അല്ലാതിരുന്നാൽ ഞാൻ നാളെ തന്നെ മരിച്ചു പോകേണ്ട ആളാണ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ പിന്നെ ആരോ വീടുണ്ടാക്കുമോ, ഇവിടെ ബിസിനസ് തുടങ്ങുമോ, ഇവിടെ കച്ചവടം തുടങ്ങുമോ, ഇവിടെ മറ്റ് സൗകര്യങ്ങൾ ഉണ്ടാക്കുമോ, ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഅ്മല്ലി ദുനിയാക കഅന്നക തഈശു അബദാ. എന്നാൽ ആഖിറത്തിന് വേണ്ടി നീ അധ്വാനിക്കുന്ന സമയത്ത് വഅ്മല്ലി ആഖിറതിക കഅന്നക തമൂതു ഗദാ. ആഖിറത്തിന് വേണ്ടി സമ്പാദിക്കുമ്പോൾ നിസ്കരിക്കുകയാണ്, നോമ്പടിക്കുകയാണ്, ഖുർആനോത്ത് നടത്തുകയാണ്, ഇതൊക്കെ ആഖിറത്തിലേക്കുള്ളതാണ്. അങ്ങനെ ആഖിറത്തിന് വേണ്ടി നീ അധ്വാനിക്കുന്ന സമയത്ത് നീ ചിന്തിക്കേണ്ടത് കഅന്നക തമൂതു ഗദാ, ഞാൻ നാളെ തന്നെ മരിക്കുന്നവനാണ്, അടുത്ത നിമിഷം ഞാൻ മരണപ്പെടും എന്നാണ് ചിന്തിക്കേണ്ടത്. നമ്മൾക്ക് അസർ നിസ്കരിക്കണം, അടുത്ത വക്ത് അസർ. ഈ അസർ നിസ്കരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഇതെൻ്റെ ജീവിതത്തിലെ അവസാനത്തെ അസറാണ്, അതുകൊണ്ട് ഇത് മോശമാക്കാൻ പറ്റൂല, ഇതിൻ്റെ സുന്നത്തും ഫർളും ഷർത്തും എല്ലാം പാലിച്ചുകൊണ്ട് ഒരു പൂർണ്ണമായ നിസ്കാരമായിരിക്കണം. ഇതെൻ്റെ അവസാനത്തെ നോമ്പാണ് ഇന്നത്തേത്, നാളത്തെ നോമ്പിന് ഞാൻ ഉണ്ടാകുന്നൊരു ഉറപ്പില്ല. അപ്പം അതുകൊണ്ട് ജീവിതത്തിലെ അവസാനത്തെ നോമ്പായതുകൊണ്ട് ഈ നോമ്പിൽ ഒരാളെയും ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്. ഈ നോമ്പ് വളരെ കുറ്റമറ്റ രൂപത്തിലുള്ള നോമ്പായിരിക്കണം. ഇതെൻ്റെ അവസാനത്തെ റമദാനാണ്, ഇനി അടുത്ത റമദാനിൽ ഞാൻ ഉണ്ടാകണമെന്നില്ല, ഈ റമദാനിൽ കുറഞ്ഞ ദിവസങ്ങളെ ഇനി ബാക്കിയുള്ളൂ. അപ്പം അതുകൊണ്ട് ഇത് മുതലാക്കണം. ഈ റമദാനിൽ നന്നായിട്ട് ഇബാദത്തെടുക്കണം. ഇങ്ങനത്തെ ചിന്തയാണ് വഅ്മൽ ലിആഖിറതിക കഅന്നക തമൂതു ഗദാ, നാളെ തന്നെ മരിച്ചു പോകും എന്ന ചിന്തയിൽ ആഖിറത്തിന് വേണ്ടി അധ്വാനിച്ചാൽ നമ്മുടെ അമലുകൾ നന്നാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.